till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. സമയത്തും ദൈവനമ്പരാണ് വേഷ്ടുള്ളണമേ കർത്താവേ എന്റെ കൈകൾ നല്ല കാഴ്ച സന്ധ്യ ഒരുപാട് വലിയിരിക്കുമാറാകണമേ. എന്റെ കൃതപുഷ്കാരത്തിന് ചായാതെ ഞാൻ ന്യായകൃകളെ പ്രവർത്തിക്കാതിരിക്കത്തക്കവണ്ണം എന്റെ വാക്യ കാവൽക്കാരനെ അതരങ്ങൾക്ക് സൂക്ഷിപ്പാരനെ നിയമിക്കണം. ചെറുമാറാകരുത് നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് ഒഴിപ്പാകാതിരിക്കട്ടെന്നാൽ എന്റെ പ്രാർത്ഥന ദോഷത്തെ കുറിച്ചാവുന്നവരുടെ വിധികർത്താക്കൻ പാറമിന് തിരക്കപ്പെട്ടുമ്പോൾ എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കയുടെ വാക്കരികെ ചിതറപ്പെട്ടു. കർത്താവെ, ഞാൻ എന്റെ കണ്ണോട് അതിനടുക്കളേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളെ കണികളെ മറിച്ചുള്ള പ്രശംസ കാടകയിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെ ന്യായക്കാർ നിങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. ആത്മാവ് കുടിതപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താൻ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താനോട് പ്രാർത്ഥിച്ചു. അനുഭാവം ഞാൻ സങ്കടം ബോധിപ്പിച്ചു. അനുഭാവം ഞാൻ ഞെരുക്കത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഓടുവഴികളെ അറിയുന്നുവല്ലോ. നടപ്പടിയുള്ളവർ എനിക്കായി കണ്ണികളെ മറച്ചു വെച്ച് ഞാൻ വലത്തോട്ട് നോക്കി. എന്നെ അറിയുന്നുവല്ലെന്ന് ഞാൻ കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി. എന്റെ ദയക്ക് വേണ്ടി പോരം ചോദിക്കാനില്ല. കർത്താവെ, ഞാൻ നിന്നെടുക്കുന്നതിനോട് ചേർത്താവെ ജീവിച്ചിന്റെ ദേശത്തിന്റെ ആശ്രയവും എന്റെ ഓഹരി നീയാവുന്നെന്ന് ഞാൻ പറഞ്ഞു. സാന്ദ്രപ്പെട്ട നിന്റെ അടുക്കലേക്ക് വരുന്ന അനുതാവക്കാരിൽ പ്രീതിപ്പെടുന്ന നഗർണവർണ്ണനായിരിക്കുന്ന കർത്താവെ, പ്രീതിയെ നീ കാണിച്ചതിനാൽ ഞാനുടരുമ്പോൾ നിൻ കൃപയെ ഓർത്തു പോഴ്ത്താറാകണമേ. ഇഷ്ടം നിന്നടിയാൻ അമ്പിലെറിഞ്ഞായതുപോലെ തന്നെ നടപ്പാൻ എൻ കൃപയാൽ എന്നിൽ നിത്യം കൃപ ചെയ്യുകയോ നന്മോളങ്ങിണ്ടാവനെയും എന്നടെ ഓനാംസികായേ നിന്നടെ ഞങ്ങൾ കേൾക്കണമേ. വെളിച്ചം നീ വരനേ, നിന്റെ മഹത്വം വെളിവിൽ താൻ നൽവെളിവിൻ സുതരായി വരും. നിൻ മഹിമയ്ക്കാശുരക്ഷകനസ് നിൻദാസരളെന്നും നിൻ കൃപയെ ഇളകൾ നീ എന്നതുപോൽ ആ ലോകത്തിലും വേഗണമേ. ദൈവം നീ ആകുന്നു എന്ന് പറയാം. എന്നാൽ വിരുദ്ധത്തിന്റെ കണിയിൽ നിവർത്ത സംസാരം രക്ഷിക്കും. അവൻ തന്റെ തൂവലുകൊണ്ട് നിന്നെ രക്ഷിക്കും. ഉണ്ടാകാതിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും ഹർമാനു സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തുവാൻ എന്നെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോടുകൂടെ ഇരിക്കെ അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷയെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന് കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. എന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലത് കൊണ്ട് നിനക്ക് നിഴലിടും. ചന്ദ്രനെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകലദോഷങ്ങളിൽ നിന്നെ കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും. രണ്ട് ലോകങ്ങളിൽ ഞങ്ങളോട് നിന്റെ കരുണയങ്ങളെ മറുത്ത് നിന്റെ കൃപ ഞങ്ങളുടെ നിൽക്കണമേ. നിന്റെ സ്ലീവാദുഷ്ടന്റെ സന്നികളെ കാത്തുകൊള്ളണമേ. ജീവനോടിരിക്കുന്ന ആളുകളൊക്കെ നിന്റെ വലുത് ഞങ്ങളുടെ മേൽ സമാധാനിയുടെ വാഴ മാറാണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക്
ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണം. വിശുദ്ധമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബഹുമാനം നിന്റെ സാധനം വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിരുനാമം വാഴ്ത്തപ്പെട്ടതുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഭാജനമേ നിന്നിലോദിച്ചോ രേഖസുതേന്ദ്രകരൾ ഞങ്ങളിൽ അറിവാൻ പകലപേക്ഷയണരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർദ്ധനയെ ഞങ്ങളിൽ ആദ്രത തോന്നിയിടാം. ഏകാത്മജനോടാലിംഗം വർഗീവർഗീസുണ്ടേ മേലോ നിന്നോർമ്മേ നിൻ പ്രാർത്ഥന നീ നോർമേ ബഹുമാനിച്ചോർ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കോടായടികളെയും നിൻ കോപത്തിൻ വടികളെയും സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സന്ധ്യാസമേതനായി സ്തോത്രം. കർത്തൃദിവസത്തിന്റെ ആരാധനയ്ക്ക് ശേഷമായ ഒരു പകൽക്കാലം നിങ്ങളെ കാത്തു പരിപാലിച്ചു വഴി നടത്തി. ദൈവമേ, സന്ധ്യയിലെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുവാനും ദൈവമേ പ്രാർത്ഥിക്കുവാനും എന്ന അവസരത്തെ ഓർക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് അനേക രോഗികളായി, പ്രയാസത്തിലായി, പ്രതിസന്ധികളിലായി, അപകടത്തിലായി ഈ ലോകം വിട്ട് കടന്നുപോയപ്പോഴും നിന്റെ കൃപ ഞങ്ങളോടുകൂടിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട ഭവനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ട മകന്റെ വിവാഹത്തെ ദൈവമേ, മകന്റെയും മകളുടെയും വിവാഹത്തെ നാളെ ആസ്വദിക്കപ്പെടുവാനായിട്ടിരിക്കുന്നു. ദൈവമേ, നിന്റെ കൃപ അവരുടെ കൂടിയിരിക്കുന്നു. ഉത്തമമായിരിക്കുന്ന ജീവൻ നയിപ്പാൻ, ദാമ്പത്തിക ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാൻ കൊണ്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വിവാഹിതരാകുന്ന പരിപൂർണ്ണ മകനെയും മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കൃപയോടൊന്ന് കൂടിയിരിക്കണം. നാളത്തെ ദിവസത്തിൽ കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, നിന്റെ ആത്മാവിന്റെ ബന്ധനത്തോടെ കർത്താവ്, നിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തോടെ നിന്റെ മക്കളെ പരസ്പരമായി യോജിപ്പിക്കുകയും ഉത്തമമായി ജീവിതം നയിപ്പാൻ നീ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ കൃപകളാൽ ഈ ഭവനത്തിൽ നിറയ്ക്കണം. വിവാഹത്തിന്റെ ഈ ഭവനത്തിൽ കർത്താവെ, കാനാവിലെ കല്യാണ വിരുന്നിന്റെ പ്രകാരം പോഷിപ്പിച്ചു ആ ഭവനത്തെ അവിടെ അതുപോലെ തന്നെ ഈ ഭവനത്തെ നീ ഇവിടുന്ന് പോഷിപ്പിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് കുറവുകൂടാതെ ദൈവം നിന്റെ കൃപയുണ്ടായിരിക്കണം. കാലാവസ്ഥയെ നീ ഇവിടെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികളെയും നിശ്ചയം കഴിഞ്ഞിരിക്കുന്നവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപ കൂടിയിരിക്കണമേ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്ന കർത്താവെ, സുമല്ലായിരിക്കുന്ന പ്രിയപ്പെട്ട ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇത്രത്തോളം സൗഖ്യവും ആശ്വാസം നീ കൊടുത്തതിനെ ഓർത്ത് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രികാലം നീ ഇവിടുന്ന് കാവലും കൂട്ടുമായിരിക്കണമേ. നാളത്തെ നല്ല പ്രഭാതം കണ്ടുണരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ആരാധനാ ശുശ്രൂഷകളൊക്കെ നിറവടെയായിരിക്കാൻ നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കട്ടെ. നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മകളെ ഓർക്കുന്നവരുടെ കുടുംബത്തെ ഓർക്കുന്നു. ദൈവമേ, നിന്റെ കൃപ അവരോട് കൂടി ഇരിക്കണമേ. നാളത്തെ അവരുടെ യാത്രയിലും അവിടെ എല്ലാ പ്രവർത്തന മേഖലയിലും കർത്താവ് നിന്റെ കാവലുണ്ടായിരിക്കണമെന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരും കൊണ്ട് തിരിഞ്ഞു നമുക്ക് മധുരം വയ്ക്കുന്ന രീതിയാണ് നമ്മുടെ എല്ലാം ഇടയിലുള്ളത്. അതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിതം മധുരതരമായി തീരുവാൻ, മണവാളിനെ പ്രത്യേകമായി സ്നേഹിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുക്കുവാനുള്ള സന്ദർഭമാണ് ഈ സമയം എന്ന് പറയുന്നത്. പലപ്പോഴും വിവാഹത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത് പലപ്പോഴും സന്തോഷത്തിൻ്റെതാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് ആ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ആശീർവദിക്കപ്പെട്ട് അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടേതായിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അവർക്ക് അർപ്പിച്ച് ഒരനുഗ്രഹീതമായിരിക്കുന്ന ജീവൻ നയിപ്പാനായിട്ട് ദൈവം അവരെ പ്രാപ്തരാക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പല ദേശത്തു നിന്നും ബന്ധുമിത്രാദികളും സ്വന്തക്കാരും സ്നേഹിതരും ഒക്കെ കടന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നവരെ കാണുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കൃപയ്ക്കും സ്നേഹത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
പ്രിയപ്പെട്ട സഹോദരൻ, ഈ പ്രിയപ്പെട്ട മകനെ ഇപ്പോൾ നമ്മൾ ഈ എതിരേൽക്കുന്ന കാര്യമാണ് നടത്തുന്നത്. പ്രിയപ്പെട്ട മെൽബൻ്റെ അമ്മ ഈ സമയത്ത് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കും. പ്രിയപ്പെട്ട പോളിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി പ്രതിസന്ധിയിലായിരുന്നാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അദ്ദേഹത്തിന് ഇത്തരോളം ആരോഗ്യവും ബലവും എല്ലാം കൊടുത്തതിന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ വാളൻ്റെ കൈ കഴുകി മദനം കൊടുക്കുവാനായിട്ട് പോവുകയാണ്. കൈ കഴുകാൻ
ഇന്നിവിടെ വന്ന ചിക്സികളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കവിതയാണിത്. ഭാഗ്യത്തിന് എനിക്ക് ടിഷ്യൂ പേപ്പർ കിട്ടി, ഞാനത് കുറിച്ചു വെച്ചു. പുതിയ വർണ്ണനകൾ, പുതിയ പ്രയോഗങ്ങൾ, പുതിയ തുന്തളങ്ങളാളിയ. Come on friends, enjoy! ആർക്കുമല്ല തടുക്കാനാവില്ല. പന്തേരി പിന്നെ പാലുന്നതായോ പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ. പന്തേരി പിന്നെ പാലുന്നതായോ പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ. ഇയാൾ എന്തായി കാണിക്കുന്നത്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒറ്റ കീറ് വെച്ചോ. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിയാ കുത്തിപ്പിടിക്കും. എന്നാ ഇപ്പൊ ശരിയായിട്ടാ. എങ്ങനെ ടെൻഷനടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. രകതനിയോ നിറപണിയോ അത് എവിടെ വെളിയണിയോ. ടെൻഷനടിച്ച് ചങ്കുപറിച്ച് ചേർന്നൊരു കല്യാണം. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ. താരം മഞ്ഞിനെ കണ്ടാലമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ചോരുണ്ട് ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടല്ലേ. കണ്ണിൻ ഉള്ളും കൊണ്ടെൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചേ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെട്ടി നിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ.
നീ എന്നൊരാളെ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശ